Good morning. ജാം എക്സാമിന് വേണ്ടിയിട്ടുള്ള ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന ഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്ത സമയത്ത് കേൾ ഓഫ് ഇ ഇവാലുവേറ്റ് ചെയ്തിരുന്നു. നമുക്ക് ഒബ്റ്റെയിൻ ചെയ്തിരുന്നു കേൾ ഓഫ് ഇ ഈസ് ഈക്വൽ ടു 0 ആണ്. നമുക്കറിയാം ഇ എന്നുള്ളത് ഇലക്ട്രിക് ഫീൽഡ് വെക്ടറാണ്. ഇനി ഡെൽ ക്രോസ് ഇ ഈസ് ഈക്വൽ ടു 0 എന്നുള്ള ക്വാണ്ടിറ്റി, ഇത് യൂസിങ് മാത്തമാറ്റിക്സ് നമുക്കറിയാം ഏതൊരു വെക്ടറിൻ്റെയും കേള് 0 ആയിക്കഴിഞ്ഞാൽ ആ വെക്ടറിനെ ഏതെങ്കിലും ഒരു സ്കാലാർ ഫംഗ്ഷൻ്റെ ഗ്രേഡിയൻ്റ് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. ഒന്നുകൂടെ പറയാം, ഒരു വെക്ടറിൻ്റെ കേള് 0 ആണെങ്കിൽ, കേൾ മീൻസ് ഡെൽ ക്രോസ് ഓഫ് എനി വെക്ടർ ഈസ് ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ ആ വെക്ടറിനെ ഗ്രേഡിയൻറ്റ് ഓഫ് സം സ്കാലാർ ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് മാറ്റി എഴുതാൻ പറ്റും. അതായത് നമുക്ക് ഇവിടെ കിട്ടിയിട്ടില്ല ഡെൽ ക്രോസ് ഈസ് ഈക്വൽ ടു 0 എന്നുള്ള ഈ വെക്ടർ പ്രോബ്ലത്തിനെ സിമ്പിളർ ആയിട്ടുള്ള ഒരു സ്കാലാർ പ്രോബ്ലത്തിലേക്ക്, സ്കാലാർ ഫംഗ്ഷനിലേക്ക് നമ്മൾ മാറ്റുകയാണ്. ആ സ്കാലാർ ഫംഗ്ഷനെയാണ് നമ്മൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആയിട്ട് നമ്മൾ പറയുന്നത്. ഇനി ഈ ഡെൽ ക്രോസ് ഈസ് ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഡെൽ ക്രോസ് ഈസ് ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എൽ മസ്റ്റ് ബി ഈക്വൽ ടു 0 ആയിരിക്കും. ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എൽ മസ്റ്റ് ബി ഈക്വൽ ടു 0. ഇതെന്താ കാണിക്കുന്നത്? ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എൽ ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ, അതായത് ഈ ലൈൻ ഇൻ്റഗ്രൽ ഒരു ക്ലോസ്ഡ് ഇൻ്റഗ്രൽ എടുത്തു കഴിഞ്ഞാൽ അത് 0 ആവണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും രണ്ട് പോയിന്റിലേക്ക് എ ടു ബി എന്നുള്ള ഈ ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ എയിൽ നിന്ന് ബിയിലേക്ക്, അതേപോലെ തന്നെ രണ്ട് പാത്തിലും, ഫസ്റ്റ് പാത്ത് ഈ ഡയറക്ഷനിൽ കാണിച്ചിട്ടുണ്ട്, സെക്കൻഡ് പാത്ത് ഈ ഡയറക്ഷനിൽ കാണിച്ചിട്ടുണ്ട്. ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എൽ ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് ഇൻ്റഗ്രലും എന്തായിരിക്കും? രണ്ട് പാത്തിലും സെയിം ആയിരിക്കും. അല്ലെങ്കിൽ ഇറ്റ് മസ്റ്റ് ബി ദ ഇൻ്റഗ്രൽ മസ്റ്റ് ബി പാത്ത് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ആണ്, ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എൽ ഇസ് ഈക്വൽ ടു 0 ആണ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് പാത്തിലൂടെ എടുക്കുന്ന ഇൻ്റഗ്രലും സെയിം ആയിരിക്കും. അതുകൊണ്ടാണ് ക്ലോസ്ഡ് ഇൻ്റഗ്രൽ, കാരണം എയിൽ നിന്ന് ബിയിലേക്ക് ഈ ഫസ്റ്റ് പാത്തിലൂടെ ഈ ഡയറക്ഷനിലേക്ക് പോകുന്നതും ബിയിൽ നിന്ന് എയിലേക്ക് വരുന്നതും തമ്മിൽ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കും. അതുകൊണ്ട് ടോട്ടൽ ഇൻ്റഗ്രൽ മസ്റ്റ് ബി ഈക്വൽ ടു 0 ആയിരിക്കും. ദെൻ ആ ഒരു ഇൻ്റഗ്രലിനെ തന്നെയാണ് വിത്ത് സം സ്റ്റാൻഡേർഡ് റെഫറൻസ്, അതായത് ഒരു ഡയറക്ഷനിലുള്ള ആ ഇൻ്റഗ്രലിനെയാണ് നമ്മൾ എന്തായിട്ട് വിളിക്കുന്നത്? ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആയിട്ട് പറയുന്നത്, വിത്ത് എ നെഗറ്റീവ് സൈൻ. ആ നെഗറ്റീവ് സൈനിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് നമുക്ക് അടുത്തതിൽ വരും, അവിടെ നിന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇവിടെ നമ്മൾ ഡിഫൈൻ ചെയ്യാണ് ലൈൻ ഇൻ്റഗ്രൽ ഓഫ് ഇ ഇൻഡിപെൻഡൻ്റ് ഓഫ് പാത്ത് ആയതുകൊണ്ട് നമ്മളൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. ദാറ്റ് ഈസ് വി ഓഫ് ആർ ഇസ് ഈക്വൽ ടു മൈനസ് ഇൻ്റഗ്രൽ സം ഒ, അതായത് റെഫറൻസ് പോയിന്റ് ഒ ടു ആർ ഇ ഡോട്ട് ഡി എൽ. ആ ഒ എന്നുള്ള അല്ലെങ്കിൽ 0 എന്നുള്ള ക്വാണ്ടിറ്റി, ഒ എന്നുള്ള ക്വാണ്ടിറ്റി എന്താണ്? ഒരു റെഫറൻസ് പോയിന്റ് ആണ്. ഇനി ഈ ഫിഗർ ഉപയോഗിച്ച് നമ്മൾ ഈ പൊട്ടൻഷ്യലിൻ്റെ ടേമിൽ എക്സ്പ്രസ് ചെയ്യാമെന്ന് വിചാരിക്കുക. അതായത് എന്ത് ചെയ്യുന്നു? വി ഓഫ് ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ദി പൊട്ടൻഷ്യൽ അറ്റ് ദി പോയിന്റ് ആർ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ആ ഒരു പൊസിഷൻ എ ആയിട്ടും അതേപോലെ തന്നെ ബി ആയിട്ടും ഡിനോട്ട് ചെയ്തു. വി ഓഫ് എ എന്നുള്ളൊരു പൊട്ടൻഷ്യലും വി ഓഫ് ബി എന്നുള്ളൊരു പൊട്ടൻഷ്യലും. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ആറിന് പകരം എ ബി എന്നുള്ള ക്വാണ്ടിറ്റീസ് കൊടുക്കണം. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് വി ഹാവ് ടു ഇവാലുവേറ്റ് ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ്. അപ്പോൾ എന്ത് ചെയ്യണം? പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാണണമെങ്കിൽ വി ബി മൈനസ് വി ഓഫ് എ, വി ഓഫ് ബി മൈനസ് വി ഓഫ് എ. എന്ത് ചെയ്യുന്നു? ആദ്യം ആറിൻ്റെ പൊസിഷനിൽ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു? ബി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. മൈനസ് ഇൻ്റഗ്രൽ ഒ ടു ബി ഇ ഡോട്ട് ഡി എൽ പ്ലസ്, കാരണം ഡബിൾ മൈനസ് വരും, പ്ലസ് ഇൻ്റഗ്രൽ ഒ ടു എ ഇ ഡോട്ട് ഡി എൽ. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് ചെയ്യാം? ഈ ഇൻ്റഗ്രലിനെ നോക്കുക. ഈ ഇൻ്റഗ്രലിനെ നമ്മളൊന്ന് രണ്ടാമത്തെ ഇൻ്റഗ്രലിൻ്റെ ലിമിറ്റ് മാറ്റി കഴിഞ്ഞാൽ അവിടെ ഒരു നെഗറ്റീവ് സൈൻ ഇംപ്ലിമെൻ്റ് ചെയ്യാം, അത് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇൻ്റഗ്രലിൻ്റെ ലിമിറ്റിനെ ഒ ടു എ എന്നുള്ള ക്വാണ്ടിറ്റീനെ എ ടു 0 ആയിട്ട് കൊടുത്തു. എ ടു 0 ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? മൈനസ് ആയിട്ട് മാറും. ഓക്കെ, ദെൻ ഒരു മൈനസിനെ നേരെ ഔട്ട് സൈഡിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ആ ഇൻ്റഗ്രലിനെ എങ്ങനെ എഴുതാൻ പറ്റും നോക്കാം. അതായത് ഒരു മൈനസിനെ, ഇതിൽ നിന്നൊരു മൈനസിനെ ടോട്ടൽ ഔട്ട് സൈഡിലേക്ക് മാറ്റി. അപ്പോൾ എന്താണ് ഇവിടെ ഉണ്ടായിരിക്കുക? ഈ ഒരു ക്വാണ്ടിറ്റിയിൽ ജസ്റ്റ് ഒന്ന് നോക്കുക. നമ്മളിവിടെ ഇൻ്റഗ്രൽ മൈനസ് ഒ ടു ബി ആൻഡ് ഇ ഡോട്ട് ഡി എൽ മൈനസ് എ ടു 0 എന്നുള്ള ഇൻ്റഗ്രലിൽ നിന്ന് ഇവിടെ നമ്മൾ ഒരു ബ്രാക്കറ്റ് ഇട്ട് മൈനസിനെ പുറത്തേക്ക് നിർത്തി കഴിഞ്ഞാൽ ഇവിടെ പ്ലസ് ആയിട്ട് മാറും. ഇതായിരിക്കും നമുക്ക് കിട്ടുന്ന എക്സ്പ്രഷൻ. ഇനി നോക്കുക, ഞാൻ ഫസ്റ്റ് ഇവിടുത്തെ ഇൻ്റഗ്രൽ എടുത്തു എന്ന് വിചാരിക്കാം. അല്ലെങ്കിൽ ഇവിടെ തന്നെ ബി ടു, അതായത് ഒ ടു ബി ആണ് ഇവിടെ ആ ഒരു ഇൻ്റഗ്രലും, പിന്നെ ഇവിടെ എ ടു 0 ആണ്. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ ഫസ്റ്റ് സെക്കൻഡ് ഇൻ്റഗ്രൽ പറയാണ്. എയിൽ നിന്ന് 0യിലേക്ക്, അല്ല ഒയിലേക്ക്, ഓക്കെ, ഇൻ്റഗ്രൽ ചെയ്യണം. ദെൻ പ്ലസ് ഒയിൽ നിന്ന് ബിയിലേക്ക്. അതായത് ഇവിടെ ഏതെങ്കിലും ഒരു റെഫറൻസ് പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ, ഓക്കെ, ഏതെങ്കിലും ഒരു റെഫറൻസ് പോയിന്റ്, ലെറ്റ് ഇറ്റ് ബി ഒ. അപ്പോൾ ഇവിടെ നമ്മൾ ആ ഒരു റെഫറൻസ് പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ in between these two, let it be this is the reference point O. ഇനി ഇവിടെ വേണമെന്നില്ല, നമുക്ക് വേറെ റെഫറൻസ് പോയിന്റ് ഇവിടെ എടുത്താൽ മതി. ഇതാണ് റെഫറൻസ് പോയിന്റ് എങ്കിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? ഇവിടെ നിന്ന് ഈ പോയിന്റിലേക്കുള്ള ഇൻ്റഗ്രൽ, അതായത് എയിൽ നിന്ന് 0 വരെയുള്ള, ദെൻ അവിടെ നിന്ന് എവിടേക്കുള്ളത്? ഇതുവരെ ഉള്ളത്. ഓക്കെ, ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഇറ്റ് ഈസ് പാത്ത് ഇൻഡിപെൻഡൻ്റ് ആണ്. ഇനി നമുക്ക് കാണാനുള്ളത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു ആണ്. ഓക്കെ, അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി എന്തായിരിക്കും? ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ്, ദെൻ എ ടു ബിയിലെ ഇൻ്റഗ്രൽ ആയിരിക്കും. അപ്പോൾ ഈ ഇൻ്റഗ്രലിനെ ടോട്ടൽ മൈനസ് ഇൻ്റഗ്രൽ എ ടു ബി ഇ ഡോട്ട് ഡി എൽ ആയിട്ട് എഴുതാം. ദെൻ വി ഓഫ് ബി നമ്മൾ എങ്ങനെ എഴുതി? ഇറ്റ് ഈസ് വി ഓഫ് ബി മൈനസ് വി ഓഫ് എനെ മൈനസ് ഇൻ്റഗ്രൽ എ ടു ബി ഇ ഡോട്ട് ഡി എൽ ആയിട്ട് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഫ്രം ദി ഫണ്ടമെൻ്റൽ തിയറം ഓഫ് ഗ്രേഡിയൻസ്, അതായത് ഗ്രേഡിയൻറ്റിൻ്റെ കാൽക്കുലസിലെ തിയറം ഉപയോഗിച്ച് ഒരു സ്കാലാർ ഫംഗ്ഷൻ വി ഓഫ് ആർ എന്നുള്ളൊരു സ്കാലാർ ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻ്റഗ്രൽ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് വി ഓഫ് ബി മൈനസ് 2, കാരണം ഇൻ്റഗ്രൽ ഓഫ് ഡെൽ വി ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്കാലാർ ഫംഗ്ഷൻ ആണ്, അതിലെ വി ഓഫ് ബി മൈനസ് വി ഓഫ് എ ദാറ്റ് മസ്റ്റ് ബി ഈസ് ഈക്വൽ ടു എ ടു ബി ഡെൽ വി ഡോട്ട് ഡി എൽ ആയിരിക്കും. ഇത് കാൽക്കുലസിലെ ഫണ്ടമെൻ്റൽ തിയറാണ് ഏതൊരു സ്കാലാർ ഫംഗ്ഷനും. അപ്പോൾ നമ്മളുടെ സ്കാലാർ ഫംഗ്ഷന് വേണ്ടിയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനെ ഈ രൂപത്തിൽ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ നമ്മൾ എഴുതിയിട്ടുള്ള വി ഓഫ് ബി മൈനസ് വി ഓഫ് എക്ക് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? ഇൻ്റഗ്രൽ എ ടു ബി ഡെൽ വി ഡോട്ട് ഡി എൽ.
ഓക്കെ, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് രണ്ടും കമ്പാരിസൺ നടത്തുക. കാരണം രണ്ടും ലൈൻ ഇൻ്റഗ്രലാണ്, ഓവർ എ ടു ബി ആണ്. ദെൻ അതിലുള്ള ആ ഇൻ്റഗ്രൽ ആയിട്ടുള്ള ടേം, അതായത് എന്തായിരിക്കും, മൈനസ് ഇ മസ്റ്റ് ബി സീക്വൽ ടു ഡെൽ വി ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് പറയാം ഇ മസ്റ്റ് ബി സീക്വൽ ടു മൈനസ് ഡെൽ വി. ഇപ്പോൾ ഇവിടെ നമ്മൾ കണ്ടെത്തിയത് എന്താണ്? ദ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ദി ഗ്രേഡിയൻറ്റ് ഓഫ് സ്കാലാർ പൊട്ടൻഷ്യൽ. ഇലക്ട്രിക് ഫീൽഡ് ഈസ് ദി ഗ്രേഡിയൻറ്റ് ഓഫ് ദി സ്കാലാർ പൊട്ടൻഷ്യൽ വി. ഇലക്ട്രിക് ഫീൽഡ് ഇ ഈസ് ദി ഗ്രേഡിയൻറ്റ് ഓഫ് ദി സ്കാലാർ പൊട്ടൻഷ്യൽ വി ആയിട്ട് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്തു. ഞാൻ ഫോളോ ചെയ്യുന്ന ടെക്സ്റ്റ് ബുക്ക് ഗ്രിഫിത്ത് ആണ്. ഇനി അടുത്തത് പൊട്ടൻഷ്യലും പൊട്ടൻഷ്യൽ എനർജിയും ഡിഫറെൻ്റ് ആണ്. നമ്മൾ അടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ അവിടെ നിന്ന് മനസ്സിലാക്കാം. നമ്മൾ മനസ്സിലാക്കേണ്ടത് പൊട്ടൻഷ്യൽ ആൻഡ് പൊട്ടൻഷ്യൽ എനർജി. പൊട്ടൻഷ്യലിനെയാണ് നമ്മൾ ഇവിടെ വി ഓഫ് ആർ ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് മൈനസ് ഇൻ്റഗ്രൽ 0 ടു ആർ അല്ലെങ്കിൽ ഒ ടു ആർ ഇ ഡോട്ട് ഡി എൽ ആയിട്ട് ഒ ടു ആർ ഇ ഡോട്ട് ഡി എൽ ഒ എന്നുള്ളത് റെഫറൻസ് പോയിന്റ് ആണ്. അപ്പോൾ ആ രൂപത്തിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് പൊട്ടൻഷ്യൽ എനർജി നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജിയും പൊട്ടൻഷ്യലും ഡിഫറെൻ്റ് ആണ്. അതിന് രണ്ടിനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അത് നമ്മൾ അവിടെ നിന്ന് നോക്കാം. ഇനി ഈ പൊട്ടൻഷ്യൽ ഫോർമുലേഷൻ്റെ അഡ്വാൻറ്റേജ്, അതായത് ഇ ഈക്വൽ ടു മൈനസ് ഡെൽ വി ആയതുകൊണ്ട് നമുക്കൊരു പോയിന്റിലെ പൊട്ടൻഷ്യൽ അറിയാമെങ്കിൽ അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് വളരെ പെട്ടെന്ന് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. ഇനി അവിടെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഒരു സ്കാലാർ ക്വാണ്ടിറ്റിയാണ്. സ്കാലാർ ക്വാണ്ടിറ്റി ആണെന്നുണ്ടെങ്കിൽ അതിനൊരു മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് സ്കാലാർ ക്വാണ്ടിറ്റി ആണെങ്കിൽ അതിനൊരു ഒറ്റ കമ്പോണൻറ്റ് മാത്രം, സ്കാലാർ ആണെങ്കിൽ ഒറ്റ കമ്പോണൻറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി അതിൽ നിന്ന് ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാം. ഒരു പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് 3 കമ്പോണൻസ് ഉണ്ടായിരിക്കും. കാരണം ഇലക്ട്രിക് ഫീൽഡ് ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്, അതിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള കമ്പോണൻസ് ഉണ്ടായിരിക്കും. അപ്പം നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത് ഒരു കമ്പോണൻറ്റിൽ നിന്ന് നമുക്ക് സ്കാലാർ ഫംഗ്ഷനിൽ നിന്ന് 3 കമ്പോണൻ്റ് ഉള്ള ക്വാണ്ടിറ്റി നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നു. ഇനി അത് കിട്ടാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തന്നെയാണ്, നമ്മളത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എവിടെ നിന്നാണ്? ഡെൽ ക്രോസ് ഈസ് ഈക്വൽ ടു 0യിൽ നിന്നാണ് നമ്മൾ എന്ത് ഡിഫൈൻ ചെയ്ത് കൊണ്ടുവന്നത്? പൊട്ടൻഷ്യൽ എന്നുള്ള കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. ഡെൽ ക്രോസ് ഈസ് ഈക്വൽ ടു 0, ഡെൽ ക്രോസ് എന്നുള്ള ഒരു ടേമിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്തിട്ട്, അതായത് ഡെൽ ക്രോസ് എന്നുള്ള ക്വാണ്ടിറ്റീൻ്റെ മെട്രിക്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് എഴുതുന്ന, അല്ലെങ്കിൽ ഡിറ്റർമിനൻ്റ് വെച്ചിട്ട് എഴുതുന്നത് നമുക്കറിയാം. അതായത് ഡെൽ ക്രോസ് എന്നുള്ളത് നമ്മളൊരു ഡിറ്റർമിനൻ്റ് വെച്ചിട്ടാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പോൾ അതിലെ ഡിഫറെൻറ്റ് കമ്പോണൻറ്റ്സ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഐ ഇൻറ്റു ഡോ ബൈ എന്ന് പറഞ്ഞിട്ട് ഡിഫറെൻറ്റ് കമ്പോണൻറ്റ്സ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യും. ഓക്കെ, ഇത് ആദ്യത്തേതാണെന്നുണ്ടെങ്കിൽ ഡോ ഇ വൈ ഡിവൈഡഡ് ബൈ ഡോ സെറ്റ് മൈനസ് ഡോ ഇ സെറ്റ് ഡിവൈഡഡ് ബൈ ഡോ വൈ എന്നുള്ള ക്വാണ്ടിറ്റി കിട്ടും. അങ്ങനെ 3 കമ്പോണൻ്റ് ആയിട്ട് കിട്ടും. ആ 3 കമ്പോണൻ്റ് നമുക്ക് കിട്ടുന്ന സമയത്ത് ഡെൽ ക്രോസ് ഈസ് ഈക്വൽ ടു 0 ആവണമെന്നുണ്ടെങ്കിൽ അതായത് എക്സ് ഡയറക്ഷനിലുള്ള അതിൻ്റെ കമ്പോണൻറ്റും വൈ ഡയറക്ഷനിലുള്ള കമ്പോണൻറ്റും സെഡ് ഡയറക്ഷനിലുള്ള കമ്പോണൻറ്റും എല്ലാം 0 ആയിരിക്കണം. ആ 0 ആവണമെന്നുണ്ടെങ്കിൽ അതിൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യേണ്ടി വരും. ഡോ ഇ എക്സ് ഡിവൈഡഡ് ബൈ, ഇത് ഏത് കമ്പോണൻറ്റിലാണ് വരിക? സെഡ് കമ്പോണൻറ്റിൽ നിന്ന് കിട്ടുന്നതാണ്. ഇത് എക്സ് കമ്പോണൻറ്റിൽ നിന്ന് കിട്ടുന്നതാണ്. ഇത് വൈ കമ്പോണൻറ്റിൽ നിന്ന് കിട്ടുന്നതാണ്. ഓക്കെ, അതായത് ഐയുടെ കോഎഫിഷ്യൻ്റ് ആയിട്ട് വരുന്ന ക്വാണ്ടിറ്റി ഇവിടെ ഇതായിരിക്കും. ഐയുടെ കമ്പോണൻറ്റ് വരുന്നത് ഡോ ഇ സെഡ് ഡോ ഇ വൈ ബൈ ഡോ സെഡ് മൈനസ് ഡോ ഇ സെഡ് ഡിവൈഡഡ് ബൈ ഡോ വൈ എന്നുള്ള ക്വാണ്ടിറ്റി വരും. അത് ആ മൈനസ് ചെയ്യുന്ന ക്വാണ്ടിറ്റി 0 ആവണമെങ്കിൽ ഇത് രണ്ടും ഈക്വൽ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് ആ കമ്പാരിസൺ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ആക്ച്വലി ഈ ഒരു ഇത് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. അതായത് ഒരു കമ്പോണൻറ്റിൽ നിന്ന് നമുക്ക് 3 കമ്പോണൻറ്റ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ 3 കമ്പോണൻ്റ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ,
ഇനി അടുത്ത നമ്മൾ പറഞ്ഞു റെഫറൻസ് പോയിന്റ് നമ്മൾ O എന്നുള്ളത് സെറ്റ് ചെയ്യുന്നത് ആർബിട്രറി ആയിട്ടാണ്. ഇനി ആ ഒരു ആർബിട്രറി റെഫറൻസ് പോയിന്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാലും അത് പൊട്ടൻഷ്യലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ റെഫറൻസ് പോയിന്റിനെ നമ്മളൊരു O ഡാഷ് ആയിട്ട് ചേഞ്ച് ചെയ്യാണ്. ഓക്കെ, അതായത് നമ്മൾ പറയുന്നത് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു റെഫറൻസ് പോയിന്റ് എടുക്കുന്നു. നമ്മൾ ആദ്യം എടുത്തിരുന്നത് O ആയിരുന്നു, ഇപ്പം നമ്മൾ എടുക്കുന്നത് ഒരു O ഡാഷ് ആണ്. അപ്പോൾ O ഡാഷ് ആണെങ്കിൽ ആ സമയത്തുള്ള പൊട്ടൻഷ്യലിനെ എന്തായിട്ട് ഡിനോട്ട് ചെയ്തു, B ഡാഷ് ആയിട്ട് മാറ്റി. ഓക്കെ, ഇപ്പോൾ B ഡാഷ് ആണെങ്കിൽ എന്തായിരിക്കും, മൈനസ് ഇൻ്റഗ്രൽ O ഡാഷ് ഇൻ്റഗ്രൽ O ഡാഷ് ടു R E ഡോട്ട് dl. ഓക്കെ, ഇനി ആ ഇൻ്റഗ്രലിനെ റെഫറൻസ് പോയിന്റ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ ഈ O ഡാഷിൽ നിന്ന് ഓയിലേക്കുള്ള ഇൻ്റഗ്രല്, പിന്നെ നമ്മൾ ആക്ച്വലി ഓയിൽ നിന്ന് ആറിലേക്കുള്ള ഇൻ്റഗ്രൽ. അപ്പോൾ ഇവിടെ അഡീഷണൽ ആയിട്ട് വന്നിട്ടുള്ള ഈ ക്വാണ്ടിറ്റി അത് എവിടെ നിന്ന് എവിടേക്കുള്ള ഇൻ്റഗ്രലാണ്, O ഡാഷിൽ നിന്ന് ഓയിലേക്കുള്ള ഇൻ്റഗ്രലാണ്. അതിനെ സം K ആയിട്ട് നമ്മൾ കോൺസ്റ്റന്റ് പൊട്ടൻഷ്യൽ ആയിട്ട് ഡിനോട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്, കോൺസ്റ്റന്റ് പൊട്ടൻഷ്യൽ K പ്ലസ് V ഓഫ് R. അതായത് V ഡാഷ് ഓഫ് R ഇസ് ഈക്വൽ ടു K പ്ലസ് V ഓഫ് R ആണ്. ഇനി ഇങ്ങനൊരു കോൺസ്റ്റന്റ് പൊട്ടൻഷ്യൽ അതിൻ്റെ കൂടെ വന്നതുകൊണ്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസിൽ ഒരു ചേഞ്ചും സംഭവിക്കില്ല. പൊട്ടൻഷ്യൽ ഡിഫറൻസ് V ഡാഷ് B മൈനസ് V ഡാഷ് A ഇസ് ഈക്വൽ ടു എന്ത് തന്നെയായിരിക്കും, K എന്നുള്ള ക്വാണ്ടിറ്റി മൈനസ് ചെയ്ത് പോവും. അതുകൊണ്ട് VB മൈനസ് VA തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് VB മൈനസ് VA എന്നുള്ളത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഡെൽ V എന്നുള്ള ക്വാണ്ടിറ്റീനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഡെൽ V ഡാഷ് ഈസ് ഈക്വൽ ടു എന്ത് തന്നെയായിരിക്കും, ഡെൽ V തന്നെയായിരിക്കും. അപ്പം അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റുന്നത്, ഇപ്പം നമ്മളുടെ ഈ V ഡാഷ് എന്നുള്ള ക്വാണ്ടിറ്റികൾ ഡിഫറെൻ്റ് ആവുന്നത് ചോയ്സ് ഓഫ് റെഫറൻസ് പോയിന്റ് കൊണ്ടാണ്. പക്ഷേ ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും, സെയിം ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കും. ഇനി എപ്പോഴും നമ്മൾ ചെയ്യുന്നത്, ഒരു പൊട്ടൻഷ്യൽ നമ്മൾ ഏത് തരം പൊട്ടൻഷ്യൽ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു റെഫറൻസ് പോയിന്റ് സെറ്റ് ചെയ്യുന്നത്, ആ റെഫറൻസ് പോയിന്റ് സെറ്റ് ചെയ്യുന്നത് എവിടെയായിരിക്കും, ഇൻഫിനിറ്റിയിലായിരിക്കും. കാരണം നമുക്ക് എന്ത് വേണം, ആ റെഫറൻസ് പോയിന്റിൽ പൊട്ടൻഷ്യൽ എന്തായിരിക്കണം, റെഫറൻസ് പോയിന്റിന്റെ പൊട്ടൻഷ്യൽ 0 ആയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ആണ് നമ്മൾ എപ്പോഴും അത് എവിടെ സെറ്റ് ചെയ്യുന്നത്, ഇൻഫിനിറ്റിയിൽ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ റെഫറൻസ് പോയിന്റ് എവിടെ സെറ്റ് ചെയ്യുന്നു, ഇൻഫിനിറ്റിയിൽ സെറ്റ് ചെയ്യുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ പൊട്ടൻഷ്യലിനെ ഡിഫൈൻ ചെയ്യാം. ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യലും അതൊക്കെ ചെയ്യുന്ന അതേപോലെ തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. ഇവിടെ നോക്കേണ്ടത്, ഇവിടെ E ഡോട്ട് dl എന്നുള്ള ക്വാണ്ടിറ്റി, ഈ എന്നുള്ള ക്വാണ്ടിറ്റി നമ്മൾ എക്സ്പ്രസ് ചെയ്തിരുന്നു F ഡിവൈഡഡ് ബൈ Q ആണ്. E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ഡിവൈഡഡ് ബൈ Q ആണ്. അല്ലെങ്കിൽ അതിനെന്താ നമ്മൾ പറഞ്ഞിട്ടുള്ളത്, ഇലക്ട്രിക് ഫീൽഡിന് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഇറ്റ് ഈസ് ദി ഫോഴ്സ് പെർ യൂണിറ്റ് പോസിറ്റീവ് ചാർജ്. അപ്പം ആ കൺസെപ്റ്റ് തന്നെ ഞാനിവിടെ എടുക്കുന്നു. E ഈക്വൽ ടു എങ്ങനെ തന്നെ പറയുന്നു, E ഈക്വൽ ടു ഫോഴ്സ് പെർ യൂണിറ്റ് പോസിറ്റീവ് ചാർജ്. ഇനി ഫോഴ്സ് ഇൻറ്റു dl എന്നുള്ള ക്വാണ്ടിറ്റി, E ഡോട്ട് dl എന്നുള്ള ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ഡൺ ആണ്.
അപ്പോൾ നമ്മൾ ഇവിടെ പൊട്ടൻഷ്യലിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് ദി വർക്ക് ഡൺ ടു ബ്രിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു ദാറ്റ് പോയിന്റ്. കാരണം എഫ് ഡോട്ട് ഡി എൽ എന്നുള്ള ക്വാണ്ടിറ്റി വരുമ്പോൾ എഫ് ബൈ ക്യൂ അല്ലെങ്കിൽ യൂണിറ്റ്, അതാണ് ഇലക്ട്രിക് ഫീൽഡ് ആയിട്ട് പറഞ്ഞിട്ട് ഇ ഡോട്ട് ഡി എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി വർക്ക് ഡൺ ടു ബ്രിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി. ഇപ്പോൾ നമ്മൾ റെഫറൻസിന് പകരം ഇൻഫിനിറ്റി എടുത്തിട്ട് ഇൻഫിനിറ്റി ടു ദാറ്റ് പോയിന്റ്. അതിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, പൊട്ടൻഷ്യലായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഇനി അടുത്ത പോയിന്റ്, പൊട്ടൻഷ്യൽ എന്ത് ഒബേ ചെയ്യുന്നുണ്ട്, സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ഒബേ ചെയ്യുന്നുണ്ട്. നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് എന്ത് ഒബേ ചെയ്യുന്നുണ്ട്, സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ഒബേ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ പൊട്ടൻഷ്യലും എന്ത് ഒബേ ചെയ്യുന്നുണ്ട്, സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ഒബേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെയുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഇലക്ട്രിക് ഫീൽഡ് ചെയ്യുന്ന സമയത്ത് വെക്ടർ സമ്മാണ് എടുക്കുന്നത്. ഇവിടെ വി എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഒരു സ്കാലാർ ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ നമ്മൾ എടുക്കുന്നത് അതിൻ്റെ സ്കാലാർ സം തന്നെയാണ് എടുക്കുന്നത്. ഇനി പൊട്ടൻഷ്യലിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും, ന്യൂട്ടൺ മീറ്റർ പെർ കുളം ഓർ ജൂൾസ് പെർ കുളം, അല്ലെങ്കിൽ അതിനെയാണ് വോൾട്ട് ആയിട്ട് നമ്മൾ പറയുന്നത്. ഇനിയൊരു എക്സാമ്പിൾ നോക്കാം. To find the potential inside and outside a spherical shell of radius r with uniform surface charge of total q. അതായത് ഒരു സ്ഫെറിക്കൽ ഷെല്ല്, അതിലുള്ള ടോട്ടൽ ചാർജ് q ആണ്. നമുക്കറിയാം സ്ഫെറിക്കൽ ഷെല്ലിൽ അതിൻ്റെ ഔട്ട്സൈഡിൽ ഔട്ട്സൈഡിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ആണെന്നുണ്ടെങ്കിൽ ഈസ് ഈക്വൽ ടു 1/4πε0 q/r² r ക്യാപ്പ് ആയിരിക്കും. ഓക്കെ, ഇൻസൈഡിലാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, ഇൻസൈഡിൽ ഇലക്ട്രിക് ഫീൽഡ് 0 ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ഇനി ചെയ്യുന്നത്, നമുക്കിപ്പോൾ ഇവിടെ ഇവാലുവേറ്റ് ചെയ്യാനുള്ളത് പൊട്ടൻഷ്യൽ. എവിടുത്തെ പൊട്ടൻഷ്യലാണ്, ഔട്ട്സൈഡിലെ പൊട്ടൻഷ്യലാണ്. അപ്പോൾ ഔട്ട്സൈഡിലെ ഒരു പോയിന്റ്, ഔട്ട്സൈഡിലെ പോയിന്റ് ആയിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്തു. ഇപ്പോൾ നമ്മൾ 0 റെഫറൻസ് പോയിന്റ് O to R E dot dl, റെഫറൻസ് പോയിന്റ് ഇൻഫിനിറ്റി ആണ്, ഇൻഫിനിറ്റി ടു R ആയിട്ട് ഡിനോട്ട് ചെയ്തു. ഇനി ഇൻറ്റഗ്രേഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഇവിടെ 1/r² dr എന്നുള്ള ക്വാണ്ടിറ്റി ഉണ്ട്. 1/r² dr ഡാഷ് r ഡാഷ് സ്ക്വയർ, കാരണം നമ്മൾ dr-ഉം അതേപോലെ തന്നെ ഇതും കൺഫ്യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പ്രൈമഡ് കോർഡിനേറ്റിൽ നമ്മൾ ചെയ്തിരിക്കുന്നത്. കാരണം ഇവിടെ ലിമിറ്റ് r ആണ്, അതുകൊണ്ടാണ് പ്രൈമഡ് കോർഡിനേറ്റിൽ ഇവിടെ ചെയ്തിരിക്കുന്നത് dr ഡാഷ് r ഡാഷ്. അപ്പം അതിൻ്റെ ഇൻ്റഗ്രൽ ചെയ്ത് കഴിഞ്ഞാൽ 1/r ഡാഷ് ആയിരിക്കും. ലിമിറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് 1/∞ എന്തായിട്ട് 0 ആയിട്ട് മാറും. ദെൻ നമുക്ക് കിട്ടുന്നത് 1/4πε0 q/r ആയിരിക്കും. ഇനി അടുത്തത് നമുക്ക് കാണാനുള്ളത് ഇൻസൈഡ് ആണ്. സ്ഫെറിക്കൽ ഷെല്ലിൻ്റെ ഇൻസൈഡിൽ എന്ത് 0 ആണ്, ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. ഓക്കെ, അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് 0 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന്
എവിടെ നിന്ന് ഏതുവരെ ചെയ്യണം? കാരണം നമുക്ക് ഇൻഫിനിറ്റിയിൽ നിന്ന് ഉള്ളിലുള്ള ഏതെങ്കിലും ഒരു പോയിന്റിലേക്കാണ് വരേണ്ടത്. ഓക്കെ, അത് പി എന്നുള്ള പോയിന്റ് എവിടെയായിരിക്കും? ഇൻസൈഡിലെ ഏതെങ്കിലും പോയിന്റ് ആയിരിക്കും. പക്ഷെ നമുക്കറിയാം ഇൻസൈഡിൽ ഇലക്ട്രിക് ഫീൽഡ് 0 ആണെങ്കിലും സർഫസിൽ വരെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. അപ്പം നമ്മൾ ഇവിടുത്തെ ഇൻ്റഗ്രലിനെ എന്ത് ചെയ്യുന്നു? അൺസ്പ്ലിറ്റ് ചെയ്യുന്നു. അതായത് ഇൻ്റഗ്രൽ 0 ടു ക്യാപിറ്റൽ ആർ വരെ, അല്ലെങ്കിൽ 0 അല്ല, റെഫറൻസ് പോയിന്റ് ഇൻഫിനിറ്റിയാണ്. ഇൻഫിനിറ്റി ടു ആർ ആണ് നമ്മൾ ചെയ്യേണ്ടത്. സ്മോൾ ആർ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇപ്പോൾ ഇൻസൈഡിലെ ഒരു പോയിന്റ് ആയിരിക്കും. അപ്പം അതുവരെയുള്ള ഒരു ഇൻ്റഗ്രലിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. എന്ത് ചെയ്യുന്നു? ഇൻഫിനിറ്റി ടു ആർ എന്നുള്ള ക്വാണ്ടിറ്റി അതുവരെ എന്തുണ്ട്? മുകളിലുള്ള അതേത് തന്നെയാണ്. പക്ഷേ അവിടെ ആറ് മാറി. ആർ ഏതായി? ക്യാപിറ്റൽ ആറായി. ഇനി മൈനസ് ഇൻ്റഗ്രൽ ആർ ടു ആർ. അത് റേഡിയസ്, ഇതിൻ്റെ സ്ഫിയറിൻ്റെ റേഡിയസ്, സ്ഫെറിക്കൽ ഷെല്ലിൻ്റെ റേഡിയസ് മുതൽ ഇൻസൈഡ് വരെയുള്ള പോയിന്റിൽ അവിടെ ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. അതുകൊണ്ട് ആ ടേം വാനിഷ് ചെയ്ത് പോകും. ഇനി ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും? അവിടെ ആറിന് പകരം ക്യാപിറ്റൽ ആർ കൊടുക്കും. 1/4πε0 Q/r ആയിരിക്കും. ഇവിടെയുള്ളൊരു മാറ്റം ശ്രദ്ധിക്കേണ്ടത്, നമ്മളൊരു സ്ഫെറിക്കൽ ഷെല്ലിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ഔട്ട്സൈഡും സർഫസിലും ഇൻസൈഡിലും ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട്സൈഡിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു 1/4πε0 Q/r² ആർ ക്യാപ്പ് എന്ന് ഒബ്റ്റെയിൻ ചെയ്യും. സർഫസിൽ 1/4πε0 Q ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ R² ആർ ക്യാപ്പ് ആയിരിക്കും. ഇൻസൈഡിൽ ഇലക്ട്രിക് ഫീൽഡ് 0 ആയിരിക്കും. പക്ഷേ പൊട്ടൻഷ്യൽ ഔട്ട്സൈഡിൽ 1/4πε0 Q/r ആയിരിക്കും. സർഫസിൽ 1/4πε0 Q/r ആയിരിക്കും. ക്യാപിറ്റൽ ആർ ആയിരിക്കും. ഇൻസൈഡിലും എന്ത് തന്നെയായിരിക്കും? 1/4πε0 Q/R. അതായത് ഇൻസൈഡിലും സർഫസിലും സെയിം ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും, ആ സ്ഫെറിക്കൽ ഷെല്ലിൻ്റെ സർഫസിൽ സെൻറ്റർ വരെ, അതായത് സെൻറ്ററിലും എന്ത് തന്നെയായിരിക്കും? പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കും. കോൺസ്റ്റന്റ് പൊട്ടൻഷ്യൽ. ഇലക്ട്രിക് ഫീൽഡ് 0 ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് സെയിം ആയിരിക്കും? പൊട്ടൻഷ്യൽ കോൺസ്റ്റന്റ് ആയിരിക്കും. അടുത്തത് പോയ്സൺ ആൻഡ് ലാപ്ലേസ് ഇക്വേഷൻസ്. അത് ഗോസസ് തിയറം നമ്മൾ ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ ഡൈവേർജൻസ് ഓഫ് ഇ ഇവാലുവേറ്റ് ചെയ്ത സമയത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഡെൽ ഡോട്ട് ഇ ഈസ് ഈക്വൽ ടു ρ/ε0. ഇനി ഇവിടെ നിന്ന് നമുക്ക് പൊട്ടൻഷ്യലും ഇലക്ട്രിക് ഫീൽഡും തമ്മിലുള്ള ബന്ധം നമുക്ക് ഒബ്റ്റെയിൻ ചെയ്തത് ഇ ഈസ് ഈക്വൽ ടു -del V ആണ്. നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെയുള്ള ഡൈവേർജൻസ് അതിൽ ചെയ്യുന്ന ഭാഗത്ത് ഇക്ക് പകരം നമ്മൾ -del V സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡെൽ ഡോട്ട് -del V അതെന്ത് കിട്ടും? -del² V ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്യും. അപ്പോൾ ഇവിടെ നിന്ന് -del² V എന്തിന് ഈക്വൽ ആണ്? ρ/ε0ക്ക് ഈക്വൽ ആണ്. ഓർ del² V must be equal to -ρ/ε0. ഇതിനെയാണ് പോയ്സോൺ ഇക്വേഷൻ ആയിട്ട് പറയുന്നത്. ഇനി റോ എന്നുള്ള ക്വാണ്ടിറ്റി എന്താണ്? ഇറ്റ് ഈസ് ദി ചാർജ് ഡെൻസിറ്റി. ഇനി ചാർജ് ഫ്രീ ആയിട്ടുള്ള ഒരു ഫീൽഡ് ആണെങ്കിൽ റോ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ പോയ്സോൺസ് ഇക്വേഷൻ എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? ലാപ്ലേസസ് ഇക്വേഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യും. ലാപ്ലേസസ് ഇക്വേഷൻ del² V is equal to 0. അപ്പോൾ നമുക്ക് ഇവിടെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ ഇക്വേഷനാണ് ഡെൽ ഡോട്ട് ഈസ് ഈക്വൽ ടു ρ/ε0. അതിൽ നിന്ന് നമുക്ക് എന്ത് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും? ഇലക്ട്രിക് പൊട്ടൻഷ്യലിൻ്റെ എക്സ്പ്രഷനും കൂടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പോയ്സോൺസ് ഇക്വേഷനും ലാപ്ലേസ് ഇക്വേഷനും നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഗോസസ് ലോ
എന്തായിട്ട് മാറ്റി, അതിൽ നിന്ന് പോയിസൺസ് ഇക്വേഷനും ആക്കിയിട്ട് കൺവേർട്ട് ചെയ്തു. അതിൽ നിന്ന് നമുക്ക് ലാപ്ലേസ് ഇക്വേഷനും റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇനി രണ്ടാമത്തെ ഫണ്ടമെന്റൽ ഇക്വേഷൻ ആണ് ഡെൽ ക്രോസ് ഈസ് ഈക്വൽ ടു 0. ഇതിൽ നിന്ന് നമുക്ക് ഇതേപോലത്തെ ഐഡന്റിറ്റികളൊന്നും നമുക്ക് അഡീഷണൽ ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല. ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഡെൽ ക്രോസ് ഈസ് ഈക്വൽ ടു 0 ആണ് നമ്മളെ പൊട്ടൻഷ്യൽ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അതായത് ഡെൽ ക്രോസ് ഈസ് ഈക്വൽ ടു 0യിൽ നിന്നാണ് നമ്മൾ പൊട്ടൻഷ്യൽ എന്നുള്ള കൺസെപ്റ്റ് അല്ലെങ്കിൽ ഈസ് ഈക്വൽ ടു മൈനസ് ഡെൽ വി എന്നുള്ളത് അതുകൊണ്ടാണ് പെർമിറ്റ് ചെയ്യുന്നത്. ഇനി നേരെ തിരിച്ചു പറയുകയാണെങ്കിൽ ഈസ് ഈക്വൽ ടു മൈനസ് ഡെൽ വി ആണ് നമുക്ക് ഡെൽ ക്രോസ് ഈസ് ഈക്വൽ ടു 0 ആണെന്നുള്ളത് കൺഫേം ചെയ്യുന്നത്. അതായത് ഈസ് ഈക്വൽ ടു മൈനസ് ഡെൽ വി ആണ് എന്ത് ഗ്യാരണ്ടി ചെയ്യുന്നത്, ഡെൽ ക്രോസ് ഈസ് ഈക്വൽ ടു 0 ആണെന്ന് ഗ്യാരണ്ടി ചെയ്യുന്നത്. അല്ലെങ്കിൽ ഡെൽ ക്രോസ് ഈസ് ഈക്വൽ ടു 0 എന്നുള്ളതാണ് ഈസ് ഈക്വൽ ടു മൈനസ് ഡെൽ വി ആണ് പെർമിറ്റ് ചെയ്യുന്നത്. ഇനി പൊട്ടൻഷ്യൽ ഫോർമുലേഷൻ്റെ അഡ്വാൻറ്റേജ് നമ്മൾ അവിടെ നിന്ന് തന്നെ പറഞ്ഞിരുന്നു. അതേപോലെ ഒരു അഡ്വാൻറ്റേജും കൂടെ നമുക്ക് ഇവിടെ ഇങ്ങനെ പറയാം. നമുക്ക് സ്കാലർ പൊട്ടൻഷ്യൽ ആണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന്, അതായത് പോയ്സൺസ് ഇക്വേഷനെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ നിന്ന്, അതായത് ഡെൽ സ്ക്വയർ വി ഇസ് ഈക്വൽ ടു റോ ബൈ എപ്സിലോൺ 0 എന്നുള്ള ആ എക്സ്പ്രഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും, വി എന്നുള്ള ക്വാണ്ടിറ്റീനെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും, പൊട്ടൻഷ്യൽ ഇവാലുവേറ്റ് ചെയ്യാം. പക്ഷേ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ഇവാലുവേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, രണ്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ വേണം. ഡെൽ ക്രോസ് ഈസ് ഈക്വൽ ടു 0 എന്നുള്ളതും വേണം, അതേപോലെ തന്നെ ഡെൽ ഡോട്ട് ഈസ് ഈക്വൽ ടു റോ ബൈ എപ്സിലോൺ 0 എന്ന ക്വാണ്ടിറ്റി വേണം. രണ്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആവശ്യമാണ്. ഇനി പൊട്ടൻഷ്യൽ നമ്മൾ നേരത്തെ ഇലക്ട്രിക് ഫീൽഡ് പറഞ്ഞിട്ടുള്ള അതേപോലെ തന്നെ ലോക്കലൈസ്ഡ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻസ് വരുന്ന സമയത്ത് ഇപ്പം ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ള അതേ കൺസെപ്റ്റ് ഉപയോഗിച്ച്, കാരണം ഈ ക്യൂ എന്നുള്ള ക്വാണ്ടിറ്റി, അതായത് ഇവിടെ സ്ഫെറിക്കൽ ഷെല്ലാണ്, അതിൻ്റെ ടോട്ടൽ ചാർജ് ക്യൂ ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അവിടെ ഔട്ട് സൈഡിലുള്ള ഫീൽഡ് പറഞ്ഞു കഴിഞ്ഞാൽ 1/4πε0 Q/r ആണ്. ഇനി നമ്മൾ ഇതിന് പകരം ഒരു ക്യൂ എന്നുള്ള ചാർജ് ഇപ്പം ഇവിടെ ഈ ഒരു പോയിന്റിൽ ഇതിൻ്റെ സെൻറ്ററിൽ, ഈ സ്ഫെറിക്കൽ ഷെല്ലിൻ്റെ സെൻറ്റർ എന്നുള്ള പോർഷനിൽ സ്ഫെറിക്കൽ ഷെല്ലില്ല, ഒരു ക്യൂ എന്നുള്ള പോയിന്റ് ചാർജ് ഈ പോയിന്റിൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ടുണ്ടാകുന്ന ഫീൽഡ് എന്ത് തന്നെയാണ്, 1/4πε0 Q/r. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ഒരു ഫാർ ഡിസ്റ്റൻസിൽ നിന്ന് നമ്മൾ സ്ഫെറിക്കൽ ഷെല്ലിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതെന്തായിട്ട് തന്നെ നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റും, അതൊരു പോയിന്റ് ചാർജ് ആയിട്ട് നമുക്ക് അസ്യൂം ചെയ്യാം. അപ്പോൾ ഒരു പോയിന്റ് ചാർജ് കൊണ്ടുണ്ടാവുന്ന പൊട്ടൻഷ്യൽ 1/4πε0 Q/r ആയിരിക്കും. ഇനി ചാർജസിൻ്റെ എണ്ണം കൂടുതലാണെന്നുണ്ടെങ്കിൽ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ Q1/r1, അതേപോലെ തന്നെ Q2ലേക്കുള്ളത് Q2/r2 ആയിരിക്കും, ഐത്തിലേക്ക് ഉള്ളത് QI/RI ആയിരിക്കും. ഇപ്പോൾ ടോട്ടൽ കളക്ഷൻ ഓഫ് പോയിന്റ് ചാർജസ് ആണെന്നുണ്ടെങ്കിൽ സം ഓഫ് ആയിട്ട് നമുക്ക് ഡിനോട്ട് ചെയ്യാം. ഇനി കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ എന്ത് ഉപയോഗിക്കേണ്ടി വരും, ഇൻ്റഗ്രൽ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ഇൻ്റഗ്രൽ 1/r dq ആയിട്ട് ഡിനോട്ട് ചെയ്തു. ഇനി ഈ കേസിൽ അത് ഏത് തരം ഡിസ്ട്രിബ്യൂഷനാണ് ഡിപ്പെൻഡ് ചെയ്തിട്ട് ചേഞ്ച് ചെയ്യും. കാരണം എന്തായിരിക്കും, dq എന്നുള്ള ക്വാണ്ടിറ്റി വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ റോ ഓഫ് r ഡാഷ് d ഡാഷ് ആവും. സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ സിഗ്മ r ഡാഷ് dA ഡാഷ് ആയിരിക്കും. ഇനി ലൈൻ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ ലാംഡ ഓഫ് r ഡാഷ് dl ഡാഷ് ആയിരിക്കും. ഓക്കെ,
ഇനി ഇതിലെ എക്സ്പ്രഷൻസ്, ഈ രണ്ട് എക്സ്പ്രഷനും വോളിയം ചാർജിൻ്റെ എക്സ്പ്രഷൻസ് ഒന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇവിടെ പൊട്ടൻഷ്യലാണ് കൊടുത്തിരിക്കുന്നത്, ഇവിടെ എന്താണ് കൊടുത്തിരിക്കുന്നത്, ഇലക്ട്രിക് ഫീൽഡാണ്. ഇവ തമ്മിലുള്ള വ്യത്യാസം ഒന്ന് നോക്കാം. എന്തൊക്കെയാണ് വ്യത്യാസം സംഭവിച്ചിട്ടുണ്ടാവുക? അതായത് ഒന്ന്, ഇവിടെ ഒരു ആർ ക്യാപ് എന്നുള്ള ക്വാണ്ടിറ്റി വരും ഇലക്ട്രിക് ഫീൽഡിന്. ഇലക്ട്രിക് ഫീൽഡ് എന്താണ്? ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. ഇനി അതേപോലെ തന്നെ നമ്മൾ ഈ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ലൈൻ ഇൻ്റഗ്രൽ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയിട്ടുള്ളത്? പൊട്ടൻഷ്യൽ കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെ ആറിൻ്റെ പവർ ഇവിടെ കുറവായിരിക്കും. ആറിൻ്റെ പവർ ഡിനോമിനേറ്ററിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ കേസിൽ r² ആയിരുന്നു, ഇവിടെ 1/r ഡിപ്പെൻഡൻസ് വരുന്നത്. ഓക്കെ, അടുത്തത് നമുക്ക് ഇതിൽ ബൗണ്ടറി കണ്ടീഷൻസ്, അത് ഇലക്ട്രോസ്റ്റാറ്റിക് ബൗണ്ടറി കണ്ടീഷൻസ് മെയിൻലി നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിളും അതേപോലെ തന്നെ കൂളംസ് ലോ ഉപയോഗിച്ചിട്ടാണ്. അതിൻ്റെ ഇമ്പോർട്ടൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രോബ്ലംസ് അനാലിസിസ് ചെയ്യുന്ന സമയത്ത് ഈ ബൗണ്ടറി കണ്ടീഷൻ്റെ ആ ഒരു കൺസെപ്റ്റ് നമ്മളുടെ മനസ്സിൽ വേണം. ഇപ്പം ഇവിടെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷൻസ് അതേപോലെ തന്നെ പൊട്ടൻഷ്യൽ, ഈ കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഇപ്പം ഇവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന ബൗണ്ടറി കണ്ടീഷൻസ് ജനറലി നമുക്ക് എഴുതാൻ പറ്റുന്നത് ഇലക്ട്രിക് ഫീൽഡ് above minus electric field below must be equal to sigma divided by epsilon 0 n cap. സിഗ്മ പറയുന്നത് സർഫസ് ചാർജ്. ഇതിവിടെ നമുക്ക് ഇത് ജനറലി കമ്പൈൻ ചെയ്തിട്ട് എഴുതുന്നതാണ്. ഇനി ആ സിഗ്മ എന്നുള്ള ക്വാണ്ടിറ്റീനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് എന്ത് സംഭവിക്കും? അതിനെ രണ്ട് കമ്പോണൻ്റ് ആക്കുന്ന സമയത്ത് ഇവിടെ ഈ പെർപെൻഡിക്കുലർ മൈനസ് ഈ പെർപെൻഡിക്കുലർ above മൈനസ് ഈ പെർപെൻഡിക്കുലർ ബിലോ ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ എപ്സിലോൺ. അതായത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ നോർമൽ കമ്പോണൻറ്റ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഡിസ്കണ്ടിന്യൂസ് ആയിരിക്കും ഒരു ബൗണ്ടറിയിൽ. ഒന്നുകൂടെ പറയുന്നു, ഇലക്ട്രിക് ഫീൽഡിൻ്റെ നോർമൽ കമ്പോണൻറ്റ് ഇത് നോക്കുക, ഇതാണ് സർഫസ് എടുത്തിരിക്കുന്നത്, അതിൻ്റെ നോർമൽ കമ്പോണൻറ്റ് സർഫസിൻ്റെ മുകളിലുള്ള കമ്പോണൻറ്റും സർഫസിൻ്റെ താഴെയുള്ള കമ്പോണൻറ്റും. അതിൻ്റെ നമ്മൾ ഇൻ്റഗ്രൽ ചെയ്യുന്ന സമയത്ത് ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എ ഇസ് ഈക്വൽ ടു 1/ε0 ക്യു എൻ ക്ലോസ്ഡ്. ക്യു എൻ ക്ലോസിനെ നമുക്ക് എങ്ങനെ എടുക്കാം? സിഗ്മ ഇൻറ്റു എ ആയിട്ട് ഡിനോട്ട് ചെയ്യാം. അപ്പോൾ അതിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ മൈനസ് ഈ പെർപെൻഡിക്കുലർ above മൈനസ് ഈ പെർപെൻഡിക്കുലർ ബിലോ മസ്റ്റ് ബി ഈക്വൽ ടു സിഗ്മ ഡിവൈഡഡ് ബൈ ε0 ഒബ്റ്റെയിൻ ചെയ്യും. അപ്പോൾ നോർമൽ കമ്പോണൻറ്റ് ഡിസ്കണ്ടിന്യൂസ് ആണ്. അതേപോലെ തന്നെ ടാൻജൻഷ്യൽ കമ്പോണൻറ്റ് എന്തായിരിക്കും? ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എൽ ഇസ് ഈക്വൽ ടു 0 ആണ്. ദെൻ E parallel above and E parallel below must be equal to
മസ്റ്റ് ബി ഈക്വൽ. ഇനി പൊട്ടൻഷ്യലിൻ്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പൊട്ടൻഷ്യൽ എപ്പോഴും കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ ഇതിലെ കൺസെപ്റ്റാണ് വേണ്ടത്. ഒന്ന്, നോർമൽ കമ്പോണൻ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഡിസ്കണ്ടിന്യൂസ് ബൈ സിഗ്മ ബൈ എപ്സിലോൺ 0 അറ്റ് ദി ബൗണ്ടറി. ടാൻജൻഷ്യൽ കമ്പോണൻറ്റ് ഈസ് ഓൾവേസ് കണ്ടിന്യൂസ്. ടാൻജൻഷ്യൽ കമ്പോണൻറ്റ് ഓഫ് ഇ. ഇനി പൊട്ടൻഷ്യൽ ഈസ് കണ്ടിന്യൂസ് അക്രോസ് എനി ബൗണ്ടറി. ഇത്രയാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന ഭാഗത്ത് വരുന്നത്.